Hi dears, welcome back. ഇനി ഞാൻ വന്നിട്ടുള്ളത് തക്കാളി വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളത് സൂപ്പർ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. നമ്മൾ തക്കാളി ചുട്ടെടുത്തിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ വരുന്ന സമയത്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും മേലുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യേ. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഞാനിവിടെ 2 തക്കാളി വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ 2 തക്കാളി ഞാൻ 4 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. പിന്നെ അതിലേക്കൊരു 3 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇത് മീഡിയം സൈസിലുള്ള അത്യാവശ്യം വലുതാണ്. ചെറുതാണെന്നുള്ളൊരു 4 ചേർക്കാം. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ തക്കാളിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം കേട്ടോ. അതുവരെ നമുക്കിത് ഇതിൽ കിടന്നിട്ട് ചുട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുള്ളൂ. തക്കാളി അല്ലേ, കൂടുതലൊന്നും ബ്രൗൺ കളർ ആവില്ല. അപ്പോൾ ഇത്രയൊക്കെ മതിയാവും. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. എന്നിട്ട് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് ഓയിലിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ ഞാൻ ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. തൊലിയുടെ ആവശ്യമില്ല നമുക്ക്. തൊലി ഇല്ലാതെ ആയിരിക്കും, അല്ലെങ്കിൽ ആ തൊലി ഇങ്ങനെ അവിടെ കിടന്നിട്ട് ഒരു ഡിസ്റ്റർബൻസ് ആവും നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ അതിൻ്റെ തൊലി മാറ്റുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷമാണ് തൊലി മാറ്റുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാണ്. അപ്പോൾ തൊലിയൊക്കെ മാറ്റിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നമുക്ക് ഈ ഓയിലിൽ നിന്ന് മാറ്റണം. തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതുപോലെ ഉള്ളിയും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ഇടണം കേട്ടോ, എങ്കിൽ മാത്രമേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും ഈ ഓയിലിൽ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ 3 എടുത്തിട്ടുള്ളൂ. എരിവ് ഇതിലേറെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അതും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എത്രയാണ് നമുക്ക് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച്. എന്നിട്ട് ഞാൻ ഇതുപോലൊരു കല്ല് വെച്ചിട്ടാണ് ഇത് കുത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ മിക്സിയുടെ ക്രഷ് ചെയ്യുന്ന ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. പക്ഷേ ഇതാവുമ്പോൾ നമുക്കൊന്നൊരു ഈസി ആവും, നല്ല ടേസ്റ്റും ആവും ഇതുപോലെ ചെയ്തെടുത്താൽ. അപ്പോൾ ഇതുപോലെ കുത്തിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് അരഞ്ഞു കിട്ടും. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടോടെ തന്നെയല്ലേ, മുളകൊക്കെ നന്നായിട്ട് തന്നെ ക്രഷ് ആയി കിട്ടും. ഇതാ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള തക്കാളി ചട്നി ഏത് രീതിയിലുള്ളതാണെന്നും കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. പറ്റുമെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നമുക്ക് കാണാം. താങ്ക്